എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് 5 റോക്കേഴ്സ്? റോങ്കായ് റോക്കേഴ്സ് മസായ് മാരയിലെ ഒലോമിനയുടെയും റോങ്കായ് പ്രൈഡിൻ്റെയും മക്കളാണ്. ഇതിനു മുമ്പ് പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈഡിൻ്റെ കൂട്ടത്തിൽ നിന്ന് പ്രായപൂർത്തിയാകുന്ന മക്കളെ, പ്രത്യേകിച്ച് ആൺമക്കളെ വേർപിരിച്ചു വിടും. അങ്ങനെ വേർപിരിച്ചു വിട്ട 5 ആൺ സിംഹങ്ങളുടെ ആ ഒരു കൂട്ടമാണ് R5 അല്ലെങ്കിൽ റോങ്കായ് റോക്കേഴ്സ് എന്ന് വിളിക്കുന്ന ഈ മുതലുകൾ. നമുക്ക് മുമ്പിൽ ഇന്ന് കാഴ്ചയായിരിക്കുന്ന അവരാണ്. ഏവർക്കും സ്വാഗതം. സവാനകളിലെ വന്യജീവി കാഴ്ചകൾ തുടരുകയാണ്. കാഴ്ചകൾ തേടി അലയേണ്ടതില്ല. കൺമുമ്പിൽ മുഴുവൻ കാഴ്ചകളാണ്. പോകുന്നിടത്തെല്ലാം ചെറുതും വലുതുമായ കാഴ്ചകൾ. പലതും പകർത്തുവാൻ പോലും നിൽക്കാതെ വലിയ കാഴ്ചകളിലേക്കുള്ള പോക്കാണ്. ഈ യാത്രയിലേക്ക് നമുക്കൊപ്പം ചേരുവാൻ താല്പര്യമുള്ളവർ ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഒപ്പം പുതിയ കാഴ്ചകൾ നമ്മുടെ ചാനൽ കാണുവാൻ താല്പര്യമുള്ളവർ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വണ്ടി ഓടിച്ചെല്ലുമ്പോൾ മുന്നിൽ ഒരു ലാൻഡ് ക്രൂസർ ചതുപ്പിൽ താണു കിടക്കുന്നു. വണ്ടിയുടെ ചക്രം പിടിക്കുന്നില്ല. പരിചയക്കുറവുള്ള മസായിയിലെ ഒരു പയ്യനാണ്. അവൻ എത്ര ശ്രമിച്ചിട്ടും വണ്ടി മുകളിലേക്ക് കയറാൻ കൂട്ടാക്കുന്നില്ല. ഞങ്ങളുടെ സാരഥി വണ്ടി നിർത്തി ഇറങ്ങിച്ചെന്നു. ഒട്ടും മടിച്ചില്ല. ഞങ്ങളും കൂടെ ചെന്നു. നാട്ടിൽ വണ്ടി തള്ളിക്കയറ്റുന്നതിലൊന്ന് ശ്രമിക്കാം എന്ന രീതിയിലാണ് എല്ലാവരും ചെന്നത്. അവിടുത്തെ പക്ഷെ ഇതിനൊന്നും സമ്മതിക്കില്ല. വേണമെങ്കിൽ മാറി നിന്ന് കണ്ടോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇതാണ് ഇവരുടെ ഭാവം. നമുക്കിപ്പം വന്ന മറ്റേ വണ്ടിയുടെ ഡ്രൈവർ വണ്ടിയുടെ സീറ്റിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തു. പിന്നെ കണ്ടത് ഒരു സംഭവമായിരുന്നു. ടയർ കത്തിച്ചൊരു ഒറ്റ പോക്കായിരുന്നു. കുഴിയിൽ നിന്ന് വണ്ടി താനെ കയറി. ഇതേ സ്ഥലത്ത് കൂടെ തന്നെയാണ് നമ്മുടെ വണ്ടിയും പോകേണ്ടത്. വേഗം ഞാൻ അപ്പുറത്തെ വശത്തെത്തി വണ്ടിയുടെ ആ വരവങ്ങ് പകർത്തി. ഒരു പിടുത്തവുമില്ലാതെ ജോർജ് കൂളായാണ് വണ്ടി കയറ്റിയത്. ഇറങ്ങി നിന്നവർക്ക് അത് കിടിലൻ കാഴ്ച തന്നെയായിരുന്നു. മസായ് മാരയിലെ വേട്ടയ്ക്ക് ശേഷം നമ്മൾ കറുത്ത കാണ്ടാമൃഗത്തിൻ്റെ കാഴ്ചകൾ തേടി മുന്നോട്ട് പോയപ്പോൾ എയർ ബലൂണുകൾ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തുകയും തൊട്ടടുത്തായി റോങ്കായ് റോക്കേഴ്സ് ഉണ്ടെന്ന് പറയുകയും നമ്മൾ ആ കാഴ്ചയിലേക്ക് എത്തുകയുമായിരുന്നു. വിശ്രമത്തിലാണ്. മനോഹരമായ ആ പ്രകൃതിയിൽ കൂടി വണ്ടി ഓടിച്ചെന്നത് ബഫല്ലോ വേട്ടക്കാരുടെ മുന്നിലേക്കാണ്. റോങ്കായ് റോക്കേഴ്സാണ് മുന്നിൽ. ഒലോമിന എന്ന രാജാവിൻ്റെ ഉഗ്രശാസനത്തിൽ റോങ്കായ് പ്രൈഡുകളിൽ നിന്ന് ആ കൂട്ടം വിട്ടു. യൗവനത്തിൻ്റെ മാറ്റങ്ങൾ അവയുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങിയിട്ടേയുള്ളൂ. 4 പേർ മാത്രമേ കാഴ്ചയിലുള്ളൂ. ഒന്നുകൂടെ ഇവയ്ക്കൊപ്പമുണ്ട്. അവയെ കാണുന്നില്ല. മറ്റെവിടെയോ മാറിക്കിടക്കുന്നതാവാം. ഇന്ന് മസായ് മാരയിലെ ആൺ സിംഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കൂട്ടമാണ് റോങ്കായ് റോക്കേഴ്സ്. ബഫല്ലോ ഹണ്ടേഴ്സ് എന്ന് വിളിക്കുന്ന റോങ്കായ് റോക്കേഴ്സ് വലിയ വാട്ടർ ബഫല്ലോകളെ കൂട്ടമായി നിന്ന് വട്ടം ചുറ്റി ആക്രമിച്ച് വലിയ വാട്ടർ ബഫല്ലോയെ കീഴടക്കുകയും
ഭക്ഷണമാക്കുകയും ചെയ്തു. ആ യൗവനക്കാരുടെ മട്ടും ഭാവവും എല്ലാം മാറി വരുന്നുണ്ട്. അവിടെ രൂപത്തിലുണ്ടെല്ലാം. ഒലോമിന എന്ന നേതാവിൻ്റെ മക്കളാണ്. മോശം വരാൻ ഒരു സാധ്യതയുമില്ല. മോശക്കാരല്ല എന്ന് അവയുടെ വേട്ടകൾ കൊണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും അപ്പനും അമ്മയുമുള്ള ടെറിട്ടറിയിൽ ഇവയ്ക്ക് പ്രവേശനമില്ല. മസായി മാരയിലെ ആ വലിയ പ്രൈഡുകളുടെ മക്കളായ ഇവർ പ്രായത്തിൻ്റെ ഒരു ഘട്ടം വരുമ്പോൾ തലവൻ റോങ്കായി റോക്കേഴ്സിൻ്റെ തലവനായ ഒലോമിന തന്നെ അവരെ ആ കൂട്ടം തെറ്റിച്ചു വിടും. കാരണം ആ കൂട്ടത്തിൻ്റെ രാജാവ് അവനാണ്. മക്കളാണെങ്കിൽ പോലും ആ നിയമത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. അവർ പ്രായപൂർത്തിയായി കഴിയുമ്പം തൻ്റെ ആഹാരത്തിന് ഇവർ പ്രശ്നമാകുമെന്ന് തോന്നിയാൽ അവരെ ആ കൂട്ടത്തിൽ നിന്ന് തെറ്റിച്ചു വിടുകയും സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള വഴി തെളിക്കുകയുമാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇവയുടെ മൃഗഭാവം തുടങ്ങുന്നത്. ഇന്നവർ ഒരുമിച്ചാണ്. പല ടെറിട്ടറികളും ഇവ കീഴടക്കും. ഒരുപക്ഷെ ഇണകളെ കണ്ടെത്തുവാൻ തുടങ്ങുമ്പോൾ മുതൽ ഇവ വേറെ പിരിഞ്ഞേക്കാം. ഇവയുടേതായ ടെറിട്ടറികൾ ഇവ കീഴടക്കുമ്പോൾ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ഇവയും നാളെ ഒരു ഒലോമിന എന്ന രാജാവിനെ പോലെ ആകാം. ഇന്നിവർ ഒരുമിച്ചാണ്. മാരെ ഒരു പക്ഷെ ഇവരിൽ ഒരാളോ ആവാം നാളെ ഭരിക്കുന്നത്. ഈ മസായി മാരക്കാടുകളിലെ പല അതിർത്തികളും അടക്കി ഭരിക്കുന്നത് ഇതുപോലുള്ള സിംഹക്കൂട്ടങ്ങളാണ്. അവയിൽ കരുത്തരായ ആ സിംഹക്കൂട്ടങ്ങളിൽ പ്രമുഖരാണ് റോങ്കായ് റോക്കേഴ്സ് എന്ന ഈ 5 റോക്കേഴ്സ്. ഒലോമിനയ്ക്ക് ശേഷം മാരയെ അടക്കി ഭരിക്കുന്ന ഒരുപക്ഷെ ഇവരാകാം. ഇതുപോലുള്ള പല സിംഹം കൂട്ടങ്ങളും ആഫ്രിക്കൻ സവാന കാടുകളെ അടക്കി ഭരിച്ച ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരാണ് ഇവരും. ഒരുപക്ഷെ ഇവരിൽ ഒരാളാവാം, ചിലപ്പം 5 പേരുമാകാം. ആ കാലങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഉറക്കത്തിന്റെ ആലസ്യത്തിലേക്ക് അവർ കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ അധികം ചലനങ്ങളൊന്നും പകർത്തുവാൻ നമുക്ക് സാധിച്ചില്ല. 5 ആൺ സിംഹങ്ങളുടെ ആ നടന്നുവരവ് നമുക്കിന്നും സ്വപ്നം തന്നെയാണ്. അവയുടെ കിടപ്പ് പകർത്തുന്നതിനേക്കാളും ഏതൊരു ക്യാമറയും കൈ പിടിച്ചിരിക്കുന്നതിൻ്റെ സ്വപ്നം തന്നെയാണ് നമുക്ക് നേരെ നടന്നു വരുന്ന 5 ആൺ സിംഹങ്ങൾ. വരും ദിവസങ്ങളിൽ, വരും യാത്രകളിൽ ആ കാഴ്ച കാണുക എന്നുള്ള ശുഭപ്രതീക്ഷയിൽ മടങ്ങുകയാണ്. R5 കാഴ്ചകളിൽ നിന്നും മടങ്ങുമ്പോൾ ഈ കാഴ്ചകൾക്കൊപ്പം റോങ്കായ് പ്രൈഡുകളുടെ ചില കാഴ്ചകളും ഉൾപ്പെടുത്തുന്നു. ഇതൊരു ചൂണ്ടിക്കാണിക്കൽ കൂടിയാണ്. സ്നേഹത്തോടെ കുട്ടികളെ മുട്ടിയുരുമി അവയെ പരിപാലിക്കുന്ന റോങ്കായ് ഫാമിലി ഇന്ന് നമുക്ക് മുമ്പിൽ കാഴ്ചയാകുന്നു. ഈ കുരുന്നുകൾ നാളെ ഈ അമ്മമാരെ വിട്ടു പോകണമെന്നത് പൊള്ളുന്നൊരു സത്യം തന്നെയാണ്. എത്ര കരുതലോടെയാണ് ഈ അമ്മമാർ ഈ മക്കളെ വളർത്തിപ്പോറ്റുന്നത്. എന്നിട്ടും അവർ വേർപിരിയേണ്ട ആ ഒരു അവസ്ഥ വരുന്നത് മനുഷ്യനും മൃഗത്തിനും എല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രപഞ്ച സത്യമാണത്.
സിംഹരാജാക്കന്മാരുടെയും റോങ്കൈ പ്രൈഡുകളെയും കാഴ്ചകളിൽ നിന്നും മടങ്ങുകയാണ്. ഈ മസായി മാരയിൽ നമുക്കൊപ്പം പോയി കാഴ്ചകൾ കാണുവാൻ താല്പര്യമുള്ളവർ ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ഈ കാഴ്ചകൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ വീണ്ടും ഈ ചാനലിലെ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴോ. പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം. ജൂബി കരിക്കാടൻ, MTA.